പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ആൾക്കൂട്ട കൊലപാതകം ഒറ്റപ്പെട്ട സംഭവമല്ല. SFIയുടെ വിചാരണ നേരിടേണ്ടി വന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് പലരും ഇന്ന് ജീവിച്ചിരിക്കുന്നത് ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ നടക്കുന്ന SFI ആക്രമണങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾ തന്നെ പ്രതികരിക്കുന്നു. കൊച്ചിയിൽ നിന്നും കിരൺ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. SFIയുടെ ആൾക്കൂട്ട വിചാരണയെ തുടർന്നാണ് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തത്. ഇത് SFIയെ സംബന്ധിച്ച് ആദ്യത്തെ സംഭവങ്ങളല്ല. കേരളത്തിൽ മുൻപും ഇത്തരത്തിൽ പലതരത്തിലുള്ള അക്രമ സംഭവങ്ങൾ വിദ്യാർത്ഥികൾക്ക് നേരെ ക്യാമ്പസുകളിൽ SFI നടത്തിയിട്ടുണ്ട്. പലപ്പോഴും വിദ്യാർത്ഥികൾ ആയുസിന്റെ ബലം കൊണ്ട് മാത്രമാണ് ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള സാഹചര്യം. ഇതിന്റെ ദുരനുഭവങ്ങൾ, അതായത് SFI കേരളത്തിലെ ക്യാമ്പസുകളിൽ നടത്തിയിട്ടുള്ള അതിക്രമത്തിന്റെ ദുരനുഭവങ്ങൾ പങ്കുവെക്കാനായിട്ടാണ് കേരളത്തിലെ ഓരോ കലാലയങ്ങൾക്കും പറയാനായിട്ട് ഒരുപാട് കഥകളുണ്ട്. അത്തരത്തിൽ ഈ SFIയുടെ ആക്രമണങ്ങളെ കുറിച്ച് എങ്ങനെ വിദ്യാർത്ഥി സമൂഹം, യുവതലമുറ എങ്ങനെ പ്രതികരിക്കുന്നു എന്നൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ സിദ്ധാർത്ഥ് എന്നൊരു വിദ്യാർത്ഥിയെ ആത്മഹത്യ ചെയ്തിരിക്കണേ SFIയുടെ ആക്രമണത്തെ തുടർന്ന്. നിങ്ങൾ വിദ്യാർത്ഥികളാണ്. പലപ്പോഴും ഈ ക്യാമ്പസുകളിൽ എങ്ങനെയാണ് SFIയുടെ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്? SFI ഏകദേശം 20 വയസ്സോളം പ്രായമുള്ള സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയെ വെറ്റിനറി സയൻസ് കോഴ്സ് പഠിക്കാൻ വേണ്ടി ഒത്തിരി പ്രതീക്ഷകളായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞുവിട്ട കുട്ടിയെ അതിക്രൂരമായി ആൾക്കൂട്ട കൊലപാതകമാണ് SFIയുടെ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നത്. SFIയുടെ യൂണിറ്റ് ഭാരവാഹികൾ തന്നെയാണ് അതിൻ്റെ മുഖ്യധാരയിലുള്ളത്. അവരെ സംരക്ഷിക്കുന്നത് ഇവിടുത്തെ ഭരണകൂടമാണ്. ഒരു കുട്ടിയെ ആൾക്കൂട്ടപരമായി 130 വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് അതിദാരുണമായി കൊലപ്പെടുത്തുകയാണ് ഉണ്ടായിരുന്നത്. ഇതിനെക്കുറിച്ച് മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇതിനെക്കുറിച്ച് പറയാൻ തയ്യാറായിട്ടില്ല. ഈ SFIയുടെ ഈ അതിക്രമങ്ങൾ പലപ്പോഴും ക്യാമ്പസുകൾ സാക്ഷിയായിട്ടുണ്ടല്ലോ. അങ്ങനെ ഉള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ഈ ഇതിനെതിരെയുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ് യുവതലമുറയിൽ? ഇന്ന് കേരളത്തിലെ കലാലയങ്ങൾ മുഴുവൻ തന്നെ അക്രമം അഴിച്ചുവിടുകയാണ് SFI. മറ്റുള്ള സംഘടനകൾക്ക് പോലും അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് പറഞ്ഞിട്ട് ഒട്ടും സ്വാതന്ത്ര്യം നൽകാതെ അക്രമത്തിന്റെ രാഷ്ട്രീയമാണ് അവർ അഴിച്ചുവിടുന്നത്. ഇതുപോലെ തൃപ്പൂണിത്തുറ RLV കോളേജിൽ 2016 ശ്രുതിമോൾ എന്നുള്ള ഒരു ദളിത് യുവതിക്കെതിരെ ഇതുപോലെ പോസ്റ്റർ ഒട്ടിച്ച് അവരെ അപമാനിച്ച് ആത്മഹത്യയിൽ നിന്ന് തലനാരിക്കാണ് അവർ രക്ഷപ്പെട്ടത്. ഇതുപോലെ ഇന്നും ഈ സംഭവങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. ഇതിനെതിരെ നമ്മുടെ കേരളത്തിലെ യുവത്വം തീർച്ചയായിട്ടും പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ എറണാകുളം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട കലാ പഠന കേന്ദ്രമാണ്. ഒപ്പം കേരളത്തിലെ തന്നെ വളരെ ഒരു പ്രശസ്തമായിട്ടുള്ള കേന്ദ്രമാണ് RLV കോളേജിലടക്കം നിങ്ങൾക്ക് SFIയുടെ ഭാഗത്തു നിന്നും അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലേ? അതെ, പലതവണ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ അവര് തുടങ്ങാൻ സമ്മതിക്കില്ല. അത് ഞങ്ങളുടെ കോളേജാണ്. അവർ പറയുന്ന സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം മുദ്രാവാക്യം അവരുടെ കൊടികളിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത്. നമ്മളിലേക്ക് ഒരിക്കലും എത്തുന്നില്ല. മറ്റുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ ഒരിക്കലും അവർ പ്രവർത്തിക്കാനായിട്ട് ഒരിക്കലും അനുവദിക്കാറില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനം. അതായത് ഇപ്പോൾ എൻ്റെ അനുഭാവം എന്താണെന്ന് പറഞ്ഞാൽ കൂടി അവര് ഒരുപാട് തരത്തിൽ അതിനെ നീചമായിട്ടുള്ള രീതിയിലാണ് കാണുന്നതും കളിയാക്കുന്നതും എല്ലാം. ആ ഒരു രീതിയിൽ നമ്മളെ ചിത്രീകരിക്കുന്നു. അതിനെപ്പറ്റി എല്ലാവരോടും പറയുന്നു. ആ കുട്ടി ഇപ്പോൾ ഒരു പദം ഉപയോഗിക്കുകയാണെങ്കിൽ അവൾ ഒരു ചാണകമാണ്. ഇതാണ് അവരുടെ ഒരു രീതി. എന്തായാലും വലിയ രീതിയിൽ ശാരീരികമായി മാത്രമല്ല മാനസികമായിട്ടും ആക്രമിക്കുന്നതിന്റെ SFIയുടെ ഈ ക്രൂരതയുടെ കഥകൾ പറയാൻ ഒരുപാടുണ്ട് കേരളത്തിലെ ക്യാമ്പസുകൾക്ക്. ക്യാമറമാൻ രാജേഷ് KR-നൊപ്പം കിരൺ കുമാർ, ജനം, കൊച്ചി.